നൂറ്റാണ്ടുകളോളം ഭൂമി കാത്തിരുന്നു. ആകാശം നിശ്ശബ്ദം. സിഗ്നലില്ല, സന്ദേശമില്ല, ജീവന്റെ ഒരു സൂചന പോലും ഇല്ല. പക്ഷേ ഒരു രാത്രി ഒരു പ്രകാശസ്പന്ദനമുയർന്നു. സൗരയൂഥത്തിന്റെ അതിരുകളിൽ നിന്ന് മങ്ങിയെങ്കിലും ശക്തമായി ഒരാൾ നമ്മെ വിളിക്കുന്നതുപോലെ. ആ നിമിഷം മനുഷ്യർ ഉണർന്നു. ഒരു ദൗത്യം, ഒരു പ്രതീക്ഷ. ഔറോറ 7 ആ പ്രകാശത്തെ പിന്തുടർന്ന് യാത്ര തിരിച്ചു. അവർ യാത്ര തുടർന്നു. പരിചിതമായ നക്ഷത്രങ്ങളെ മറികടന്ന് തണുത്ത അനന്തമായ ശൂന്യതയിലേക്ക്. വഴികാട്ടിയത് ആ പുരാതന സ്പന്ദനത്തിന്റെ ഹൃദയമിടിപ്പ്. അവിടെ ഇരുട്ടിന്റെ നടുവിൽ അവർ അതിനെ കണ്ടു. ജീവിക്കുന്ന ലോഹം പോലെ തോന്നുന്ന വമ്പിച്ച മണ്ഡലം. ഭൂമിയേക്കാൾ പഴക്കം, ചരിത്രത്തേക്കാൾ ആഴം. അവർ അടുത്തപ്പോൾ ബീക്കൺ ഉണർന്നു. നിശ്ശബ്ദമായി തുറന്നു. ഒരു നക്ഷത്രത്തെപ്പോലെ പ്രകാശം പരത്തി. അസാധ്യമായ ജാമിതികളുടെ ഭ്രമണങ്ങൾ പുറത്തുവിട്ട്. അതിന്റെ സന്ദേശം ഒരു ഗാലക്സി മാപ്പ്. ഒരിക്കൽ പ്രകാശിച്ചിരുന്ന ആയിരക്കണക്കിന് സിവിലൈസേഷനുകൾ ഒന്നൊന്നായി അസ്തമിച്ചു. അവസാനം അല്പം വെളിച്ചങ്ങൾ മാത്രം. അവയിൽ ഭൂമിയും മങ്ങിപ്പോകുന്ന തെളിച്ചത്തോടെ. സത്യമാണിത്. അവരാണ് അവസാനിച്ചതല്ല, അവർ രക്ഷപ്പെട്ടു. വിശ്വം തകരുന്നതിനു മുമ്പ് അവരൊരു വഴിയിറക്കം സൃഷ്ടിച്ചു. അസെൻഷൻ ഗേറ്റ്, അവസാന രക്ഷയുടെ വാതിൽ. ശതകങ്ങളിലൂടെ പ്രതിധ്വനിച്ച ഒരു ശബ്ദം സംസാരിച്ചു കേട്ടു. ഗേറ്റ് നിർമ്മിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കുമില്ലാതാകും. അത് പറഞ്ഞ് ബീക്കൺ മൗനമായി.